blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പലർ ചേർന്നാണ് ഇന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവരോരോരുത്തരെയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് പ്രിയ സാബുവിനും പ്രിൻസി സാബുവിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇരുവരുടെയും വിദ്യാഭ്യാസവും ഭാവിയും മുഴു കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. മുംബൈയിൽ നിന്നുള്ള ബിനു ഡേവിഡിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം മുഴുവൻ ആരോഗ്യത്താലും യേശുവിൻ്റെ സകല അനുഗ്രഹങ്ങളാലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാലക്കാട് നിന്നുള്ള PI ജോയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോയ് എന്ന ഈ സഹോദരൻ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. തൻ്റെ നെക്ക് പെയിൻ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. അതുകൂടാതെ വളരെ സമാധാനം നിറഞ്ഞൊരു ജീവിതം കർത്താവ് തനിക്ക് കൊടുക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പറവൂരിൽ നിന്നുള്ള നിർമ്മല പ്രകാശിനു വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ അങ്ങ് എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള VN മധുസൂദനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ കിഡ്നി പ്രോബ്ലം സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ എല്ലാ രോഗവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മൂവാറ്റുപുഴയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ കർത്താവെ ആത്മാവിൽ വളരുവാനും സകല അനുഗ്രഹങ്ങളാലും നിറയുവാനുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള എവ്ലോൺ മീനു വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരൻ എഡ്വിൻ പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, ഭാവിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഹമ്മദാബാദിൽ നിന്നും B രാജേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാധവി രാജേന്ദ്രനെയും ഇരുവരെയും ചേർത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ. സകല രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം ഈ കുടുംബത്തിന് ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ് for sponsoring today's episode. ഈ ആൻറ്റിയുടെ പേര് ജിക്കി ജോസഫ് എന്നാണ്. ആൻറ്റിക്ക് കിട്ടിയ ഡെലിവറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 30 വർഷത്തോളമായി ആൻറ്റിക്ക് അസിഡിറ്റിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് സാധാരണ രീതിയിൽ വരത്തില്ല. ഒരു അസുഖം വരുമ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കുന്ന സമയത്താണ് അതോട് ചേർന്ന് അസിഡിറ്റി വരും. അപ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു മെഡിസിൻ എടുത്താൽ അപ്പോൾ മുതൽ അസിഡിറ്റി വരും. ആ നേരം മുതൽ വൊമിറ്റ് ചെയ്യും, വയറ് വന്ന് വീർത്ത് ആകെ ഒരു ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. കഴിഞ്ഞ 30 വർഷത്തോളമായി ഈ അസുഖം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അസിഡിറ്റിയുടേതായ ടാബ്ലറ്റ്സൊക്കെ കഴിച്ചു, ഒരു കുറവും ഉണ്ടാകില്ല. പക്ഷെ മരുന്ന് കഴിച്ചല്ലാതെ രോഗം മാറത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് താൻ കഴിച്ചിരുന്നു. അങ്ങനെ 30 വർഷം താൻ പതിറ്റാണ്ടുകൾ. യെസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ജാനുവരി മാസത്തിലാണ് ആൻറ്റി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിനെ കുറിച്ച് കേൾക്കുന്നത്. അതിനു മുമ്പ് കേട്ടിരുന്നില്ല. 2014 ജാനുവരി മുതൽ താൻ ഈ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുവാൻ തുടങ്ങി. സ്ഥിരമായി കാണുമായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ മാർച്ച് മാസത്തിൽ സിസ്റ്റർ ക്ഷമ ഡാമിയനായിരുന്നു അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അസിഡിറ്റിയുടെ രോഗമുള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചതുപോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അസിഡിറ്റി പെട്ടെന്ന് മാറിപ്പോയി. തന്നെയുമല്ല, അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ വൈറൽ ഫീവറും അന്ന് തന്നെ കുറഞ്ഞു, പൂർണ്ണമായിട്ട് മാറി എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു കാര്യം പറഞ്ഞത്, തൻ്റെ ശരീരത്തിൽ കാൽഷ്യം കുറവായിരുന്നു. ഒരു 7 വർഷത്തോളമായി ഈ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ് താൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് തൻ്റെ ശരീരത്തിലെ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിച്ചിരുന്നത് കൊണ്ടും ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ടാബ്ലറ്റ് കഴിച്ചപ്പോഴൊന്നും, ഈ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ് കഴിച്ചപ്പോഴൊന്നും ഈ അസിഡിറ്റി വന്നില്ല. ഓക്കെ. അപ്പോൾ ആൻറ്റി പറഞ്ഞത്, ഇങ്ങനെയാണെങ്കിൽ യേശു എന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു നോക്കി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും കഴിച്ചു. ഒരു കംപ്ലൈൻറ്റും വന്നില്ല. പൂർണ്ണമായിട്ടും യേശു കർത്താവ് സൗഖ്യമാക്കി. ആ സമയത്തുണ്ടായിരുന്ന ആ വൈറൽ ഫീവറിൽ നിന്നും സൗഖ്യമാക്കി. പിന്നെ ആൻറ്റി പറഞ്ഞത്, കഴിഞ്ഞ 3 മാസമായിട്ട് ഇപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ല, പക്ഷേ ശരീരത്തിൽ കാൽഷ്യത്തിന് ഒരു കുറവുമില്ലെന്നാണ് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തോ വലിയൊരു കാര്യമാണ് ഈ ശരീരത്തിൽ കർത്താവ് ചെയ്തത്. എത്ര പേർ കൈകൾ അടിച്ച യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസിഡിറ്റിയോ അൾസറോ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് രോഗവും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത് കൂടാതെ മറ്റ് ഏത് വിധത്തിലുള്ള രോഗവും പ്രയാസങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയാം. ഇതിൻ്റെ മകളെ ഈ ടെസ്റ്റിമണി നിമിത്തം കൂടുതൽ അനുഗ്രഹിക്കണമേ. ഇവൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് ദൈവിക രോഗ സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. Godly order in our family life. കുടുംബ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുള്ള ചില ക്രമങ്ങളുണ്ട്. പറയാമോ? ക്രമം. ഉറക്കെ പറയാമോ? ക്രമം. വിക്രമോ അല്ല, ക്രമം. ക്രമം എന്ന് പറയുമ്പോൾ ഓർഡർ. എല്ലാത്തിനും അനുചിതമായിട്ടുള്ള ഒരു ക്രമമുണ്ട്. ദൈവം എല്ലാം ക്രമത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു ദിവസം ഇങ്ങനെ എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വെളിച്ചം തരുന്ന സൂര്യൻ ഒരു ദിവസം ചിന്തിക്കുകയാണ്, ഇനി മുതൽ ഇന്ത്യക്ക് ഒരു ദിവസം രാത്രി ഞാൻ പ്രകാശം കൊടുക്കാൻ പോവാണ്. അങ്ങനെ സൂര്യൻ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഇന്ത്യക്കാർക്ക് ഞാൻ രാത്രിയും കൂടി ഒരു ദിവസം, പകല് മാത്രമല്ല ഒരു ദിവസം എക്സ്ട്രാ ഞാൻ വർക്ക് ചെയ്ത് രാത്രിയും കൂടി കൊടുക്കാൻ പോവുകയാണെന്ന് ഒരിക്കലും സൂര്യൻ ചിന്തിക്കുന്നില്ല, ഒരിക്കലും ചന്ദ്രൻ ചിന്തിക്കുന്നില്ല. ദൈവം വെച്ചിട്ടുള്ള ഓരോന്നിനും ഒരു ഓർഡർ ഉണ്ട്, ക്രമമുണ്ട്. സൂര്യൻ വരേണ്ട സമയത്ത് സൂര്യൻ വരും, ചന്ദ്രൻ വരേണ്ട സമയത്ത് ചന്ദ്രൻ വരും, മഴ വരേണ്ട സമയത്ത് മഴ വരുന്നു, വെയിൽ വരേണ്ട സമയത്ത് വെയിൽ വരുന്നു. എല്ലാറ്റിനും വിതയുടെ സമയം വിത, വിതച്ചു കഴിഞ്ഞാൽ കൊയ്ത്ത്, കൊയ്യുന്ന സമയത്തല്ല കൊയ്ത്തിന്റെ ഒപ്പം വിത വരുന്നില്ല, മുള വരുന്നില്ല, മുളച്ച് വളർന്ന് കൊയ്ത്ത്, അതിനുശേഷം ഫലശേഖരണം. ഇങ്ങനെ എല്ലാറ്റിനും ദൈവം ഒരു ക്രമം വെച്ചിട്ടുണ്ട്. 1 വയസ്സുള്ള കുട്ടി ഒരിക്കലും പ്രസവിക്കുന്നില്ല. ആ കുട്ടി വളർന്ന് വലുതായി പ്രായപൂർത്തിയായി പെൺകുട്ടിയായി കഴിയുമ്പോഴാണ് അവൾ പ്രസവിക്കുന്നത്, അവൾക്ക് കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞും ഇതുപോലെ വളർന്ന് വലുതായി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അടുത്ത തലമുറയെ സൃഷ്ടിക്കുകയാണ്. എല്ലാറ്റിനും ഒരു ക്രമം ദൈവത്തിന്റെ സൃഷ്ടിപ്പ് മുതലേ ദൈവം വച്ചിട്ടുണ്ട്. ഉറക്കെ പറയാമോ? ക്രമം. അപ്പോ ക്രമം വിട്ടതൊന്നും ക്രമം കെട്ടതൊന്നും ദൈവത്തിൽ നിന്നുള്ളതായിരിക്കില്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, ക്രമം വിട്ടതൊന്നും ക്രമം കെട്ടതൊന്നും ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതായിരിക്കില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് ക്രമം അത് വളരെയധികം ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ക്രമം വിട്ട ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ക്രമം കെട്ട ഒരു കുടുംബജീവിതം അത് ഒരിക്കലും ദൈവം അനുവദിക്കുന്നില്ല. എത്ര പേര് ആമേൻ ഉറക്കെ പറയും?
കുടുംബം എന്നുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രത്യേക കാലയളവ് വരെ, അതായത് അവരുടെ വെഡിങ് ഡേ മുതൽ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ആയുസ് വരെ ഒരുമിച്ച് ജീവിക്കുന്ന ബന്ധമാണ് കുടുംബ ജീവിത ബന്ധം എന്നുള്ളത്. ഇതിനുള്ളിൽ വന്നിട്ടുള്ളത് ഒരു ലവ് കവനന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ ഉടമ്പടിയാണ് അതിന് അകത്തുള്ളത്. ചേർന്ന് പറയാമോ? ഉടമ്പടി. പറയാമോ? ഉടമ്പടി. ഇംഗ്ലീഷിൽ പറയും കവനന്റ്, നോട്ട് കോൺട്രാക്ട്. കവനന്റ്. കോൺട്രാക്ട് സാധാരണ ഉണ്ട്, കരാറുണ്ട്. കരാറിന്റെ പ്രത്യേകത എന്താണ്? കരാറ് സാധാരണ കരാറുകാര് ഉണ്ട്. വീട് പണിയുന്നതിനൊക്കെ ഇപ്പൊ നമ്മൾ കരാറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയും ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ വെച്ച് ഇത്ര ലക്ഷം രൂപ നിങ്ങളുടെ വീടിന്റെ പണിക്കാകും. അതുകൊണ്ട് ഇത്ര രൂപ തന്നാൽ ഞാൻ ഇങ്ങനെ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഇങ്ങനെയുള്ള ഒരു വീട് നിങ്ങൾക്ക് ഇപ്പോൾ നിർമ്മിച്ചു തരാം. നിങ്ങൾ എന്തിങ്ങ് തരുന്നു അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് തരാം. അതാണ് കരാർ എന്നുള്ളത്. കുടുംബ ജീവിതത്തിനകത്ത് ഒരിക്കലും കരാറല്ല ഉള്ളത്. ബൈബിൾ അടിസ്ഥാനത്തിൽ ബൈബിൾ പറയുന്നു അതിൽ കവനന്റ് ആണുള്ളത്, ഉടമ്പടിയാണുള്ളത്. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ മറ്റേ വ്യക്തി ഒരു അവിശ്വസ്തത കാണിച്ചാൽ പോലും, മറ്റേ വ്യക്തി ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ പറ്റില്ല. അത് ജീവിതാവസാനം വരെ കൊണ്ടുപോകേണ്ടതാണ്. ചേർന്നുറക്കെ പറയാമോ? ഉടമ്പടി. ഉറക്കെ പറയാമോ? ഉടമ്പടി. ഒത്തിരി പേര് പറയാറുണ്ട്, എന്റെ പൊന്നു സഹോദരി, ഇവളെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. ഓർക്കുക, കുടുംബജീവിതത്തിൽ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് അല്ല, മറിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പരസ്പരം മനസ്സിലാക്കിയാണ് വേണ്ടത്. പരസ്പരം മനസ്സിലാക്കി പെരുമാറുകയാണ് വേണ്ടത്. പങ്കാളിയുടെ ബലഹീനതകൾ മനസ്സിലാക്കി, കഴിവുകേടുകൾ മനസ്സിലാക്കി, അവന്റെയോ അവളുടെയോ കുറവുകൾ മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബം ഒരു സ്വർഗമായി തീരുന്നത്. ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാമോ? എന്നാൽ പലപ്പോഴും കുടുംബ ജീവിതത്തിലെ ക്രമം തെറ്റാറുണ്ട്. എങ്ങനെയൊക്കെയാണ് കുടുംബ ജീവിതത്തിലെ ക്രമം തെറ്റുന്നത്? നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് പലപ്പോഴും ക്രമത്തിൽ വ്യത്യാസം വരാണ്ട്. ക്രമം എങ്ങനെയാണ്? ഇതാണ് ഞാൻ നിങ്ങളെ ഇനി പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. കുടുംബജീവിതത്തിൽ 3 പ്രിൻസിപ്പിൾസിലാണ് എല്ലാ കുടുംബങ്ങളും ബന്ധങ്ങളും നിലനിൽക്കുന്നത്. അത് ക്രിസ്ത്യാനിയുടെ കുടുംബമായിക്കൊള്ളട്ടെ, ഹിന്ദുവിന്റെ കുടുംബമായിക്കൊള്ളട്ടെ, മുസൽമാന്റെ കുടുംബമായിക്കോട്ടെ, 3 പ്രിൻസിപ്പിൾ. ആ 3 പ്രിൻസിപ്പിൾ ആ കുടുംബങ്ങളിൽ സാധ്യമാണെങ്കിൽ ആ കുടുംബ ബന്ധങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. നമ്പർ 1 ഈസ് ലീവ് ആൻഡ് ക്ലീവ് പ്രിൻസിപ്പിൾ. വിട്ടുപിരിയുക, പറ്റിച്ചേരുക. പല കാര്യങ്ങളോടും സ്ത്രീയും പുരുഷനും വിട്ടിട്ട് ഇനി എനിക്ക് ഒരൊറ്റ പുരുഷനേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ പുരുഷനോടും, ഇനി എനിക്ക് ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീയോടും പറ്റിച്ചേരുന്ന 1ാമത്തെ പ്രിൻസിപ്പിൾ. വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേരുക. ലീവ് ആൻഡ് ക്ലീവ് പ്രിൻസിപ്പിൾ. അതാണ് 1ാമത്തെ തത്വം. ആ ഒരു തത്വം ഏത് മതത്തിലായിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തിലായിക്കൊള്ളട്ടെ, ആ തത്വം ഉണ്ടെങ്കിൽ കുടുംബജീവിതത്തിന്റെ 1ാമത്തെ ഘട്ടം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. 2ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഹെഡ് ആൻഡ് ഹെൽപ്പർ, അഥവാ തലയും അതുപോലെ സഹായിയും എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ കൊടുക്കാം. പക്ഷേ ഹെഡ് ആൻഡ് ഹെൽപ്പർ എന്നുള്ള ആ ഭാഗത്ത് ഞാൻ നിൽക്കുകയാണ്. ആരാണ് ഈ ഹെഡ്, തലവൻ എന്ന് പറയുന്നത്? നിശ്ചയമായും കുടുംബജീവിതത്തിൽ തലവനായിട്ട് ദൈവം കണ്ടിരിക്കുന്നത് പുരുഷനെയാണ്. ദൈവം എന്തുകൊണ്ടാണ് പുരുഷനെ ഒരു തലവനായി കണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം നൽകാനില്ല. ദൈവം പുരുഷനെ തന്നെയാണ് അത് കണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്തരം നമുക്ക് വേണമെങ്കിൽ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് ചോദിക്കാൻ സാധിക്കും. ദൈവം അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അത്രയും മാത്രം മനസ്സിലാക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ദൈവം പുരുഷനെ അതിന്റെ തലവനാക്കി വെച്ചിരിക്കുന്നു. സ്ത്രീയെ കുടുംബജീവിതത്തിന്റെ സഹായിയായിട്ട്, അല്ലെങ്കിൽ പുരുഷന്റെ സഹായിയായിട്ട്, കൂട്ടാളിയായിട്ട്, സഖിയായിട്ട് സ്ത്രീയെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നും, അങ്ങനെയാണെങ്കിൽ സ്ത്രീ ഒരു അല്പം ഇൻഫീരിയർ അല്ലേ, എന്താ പറയാ, കുറച്ച് കുറഞ്ഞ പുള്ളിയല്ലേ ഈ സ്ത്രീകൾ? പുരുഷൻ അല്പം മുതിർന്ന, അല്ലെങ്കിൽ അല്പം കൂടി ഉയർന്ന പുള്ളിക്കാരനാണോ പുരുഷൻ? ദൈവത്തിനപ്പോൾ പുരുഷന്മാരോട് പ്രത്യേക സ്നേഹവും സ്ത്രീകളോട് ഒരു വില കുറഞ്ഞ സ്നേഹവും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചില സമയത്ത് തോന്നിപ്പോകാം. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. സ്ത്രീയും പുരുഷനും ദൈവത്തിന് തുല്യമാണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞാലും. ബൈബിൾ പറയുന്നു, ക്രിസ്തുവിൽ സ്ത്രീയെന്നും പുരുഷനെന്നും ഇല്ല. സ്ത്രീയും
പുരുഷനും ദൈവത്തിന്റെ കണ്ണിൽ ഈക്വൽ ആണ്. എന്നാൽ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുടുംബം എന്നുള്ളത്, ഫാമിലി ഈസ് എ ടീം. അതൊരു ടീമാണ്. ഒരു ടീം മുന്നോട്ട് പോകണമെങ്കിൽ ക്രിക്കറ്റിൽ ഒരു ടീം ഉണ്ടായിരിക്കാം, ഫുട്ബോളിന് ഒരു ടീം ഉണ്ടായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഒരു ടീം ഉണ്ടായിരിക്കാം. ഒരു ടീം മുന്നോട്ട് പോകണമെങ്കിൽ ആ ടീമിൽ ഒരാൾ മാത്രം അതിന്റെ ക്യാപ്റ്റൻ ആകണം. കുടുംബം ഒരു ടീമാണ്. കുടുംബം ഒരു ടീം ആയിരിക്കുന്നതുകൊണ്ട് ആ ടീമിനകത്ത് ഒരു ക്യാപ്റ്റൻ ഉണ്ടാകണം. ആ ക്യാപ്റ്റൻ പദവി ദൈവം കൊടുത്തിട്ടുള്ളത് പുരുഷന്റെ കയ്യിലാണ്. മനസ്സിലായെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാല്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ആ ടീമിലുള്ള ആളുകളൊന്നും വില കുറഞ്ഞിരിക്കുന്നവരാണെന്നല്ല. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസും ഈക്വൽ ക്വാളിറ്റിയും എല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു വ്യക്തിയെ അത് നയിക്കുവാൻ വേണ്ടി ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ചേർന്ന് ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാലും. ഓക്കെ, ഹെഡ് എന്ന് പറയുമ്പോൾ, തലവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ടീം ക്യാപ്റ്റൻ. ഞാൻ പറഞ്ഞ പോലെ ഹി ഈസ് ദ പ്രൊവൈഡർ, പ്രൊട്ടക്ടർ. അദ്ദേഹമാണ് സകലതും കരുതേണ്ടവൻ, അദ്ദേഹമാണ് സംരക്ഷിക്കേണ്ടവൻ. ഒത്തിരി കുടുംബങ്ങളിൽ ഞാൻ സഹോദരന്മാരെ, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ കുറിച്ച് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി ഒന്നും കരുതാതെ, കുടുംബത്തിന് വേണ്ടി ഒന്നും സംരക്ഷിക്കാതെ, ഭാര്യയോ മക്കളെയോ സംരക്ഷിക്കാൻ കഴിയാതെ ഞാൻ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുന്ന സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓർക്കുക, ഒരു ഹസ്ബൻഡിന്റെ റോൾ, അദ്ദേഹത്തിന്റെ ധർമ്മം നിർവഹിക്കാത്തിടത്തോളം സമയം ഒരു ഹസ്ബൻഡ് പേരിൽ മാത്രമായിരിക്കും അദ്ദേഹം ഭർത്താവായിരിക്കുന്നത്. സ്വഭാവത്തിൽ അദ്ദേഹം ഭർത്താവാകണമെന്നില്ല. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, എല്ലാ ഭർത്താക്കന്മാർക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. ആ ധർമ്മം നിർവഹിക്കുമ്പോഴാണ് നിങ്ങൾ ശരിയായ ഒരു ഭർത്താവും ശരിയായ ഒരു പിതാവും ആയിത്തീരുന്നത്. എന്താണ് ഈ ധർമ്മം എന്നുള്ളത്? ഒരു കുടുംബത്തിന്റെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ, മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ, ഇത് സമയാസമയങ്ങളിൽ നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു നല്ല ഭർത്താവ് എന്ന പേര് സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ അധികാരിയാണ് എന്നുള്ള രീതിയിൽ ഒരു കാർക്കശ്യ മനോഭാവത്തിൽ ഒരിക്കലും ഒരു ഭർത്താവും പെരുമാറരുത്. അങ്ങനെ പെരുമാറുമ്പോൾ കുടുംബത്തിൽ ദൈവം വെച്ചിട്ടുള്ള ക്രമത്തിന് വിഘ്നം സംഭവിക്കുകയാണ്. കുടുംബത്തിൽ ദൈവം വെച്ചിട്ടുള്ള ക്രമം എന്താണ്? ഭർത്താക്കന്മാർ ദൈവം തങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരത്തെ അവർ ഡെലിഗേറ്റ് ചെയ്ത് ചെറുതായി ചെറുതായി മറ്റുള്ളവരിലേക്ക് കൊടുത്തത് ചെയ്യണം. ഞാനാണ് അധികാരി എന്നും പറഞ്ഞിട്ട് ഇന്ന് ഈ വീട്ടിൽ ഇങ്ങനെ മാത്രമേ നടക്കാവൂ, അങ്ങനെ മാത്രമേ. ദൈവം പോലും ഒരിക്കലും അങ്ങനെയല്ല. ദൈവം എല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരത്തിന്റെ ഒരു പങ്ക് നിങ്ങളുടെ ഭാര്യ, വീട് മാനേജ് ചെയ്യുന്ന അധികാരം ഭാര്യയ്ക്ക് അങ്ങ് കൊടുക്കുക. അവള് കുക്ക് ചെയ്യട്ടെ, അവള് കറി വെക്കട്ടെ, അവള് വീട് അടിച്ച് വൃത്തിയാക്കട്ടെ, അവൾ അതിനെ ഒരുക്കട്ടെ, അത് ഭംഗിയാക്കി തീർക്കട്ടെ. ആ അധികാരം അങ്ങോട്ട് കൊടുക്കുക. വീട്ടു ചെലവിനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കുക. അവൾ അത് ഭംഗിയായി നിർവഹിക്കട്ടെ, അതിൽ നിന്ന് അവൾ മിച്ചം പിടിക്കട്ടെ. ഇങ്ങനെ അധികാരത്തെ ഡെലിഗേറ്റ് ചെയ്യാൻ കൂടെ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ഭർത്താവ് ഒരു കുടുംബത്തിനകത്തുണ്ടാകുന്നത്. എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ ഒരു വലിയ ആമേൻ ഉറക്കെ പറഞ്ഞാലും. യെസ്, റൂളിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് സ്റ്റാൻഡ് എഹെഡ് ആൻഡ് കെയർ ഫോർ ദ ഫാമിലി. നയിക്കുന്ന അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന, കുടുംബത്തിന് വേണ്ടി കരുതുന്ന വ്യക്തിയാണ് യഥാർത്ഥ അധികാരസ്ഥൻ. നിങ്ങൾ ആ കുടുംബത്തെ നയിക്കുന്നില്ല എങ്കിൽ, അവർക്ക് വേണ്ടി കരുതുന്നില്ല എങ്കിൽ, ശരിക്കും പറഞ്ഞ റൂളിംഗ് പാർട്ടിയിൽ നിങ്ങളില്ല. ചിലപ്പോൾ ഭാര്യമാരായി പോകാറുണ്ട്. അതൊരു തെറ്റായ കാര്യമാണ്. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം കണ്ടിട്ടുള്ളത് പുരുഷനെയാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ റൂൾ ചെയ്യേണ്ടത്, അതിനെ നയിക്കേണ്ടത്, അതിനെ ഭരിക്കേണ്ടത് പുരുഷൻ തന്നെ ആയിരിക്കണം. കാരണം ബൈബിൾ പറയുന്നു, സ്ത്രീയുടെ തല അല്ലെങ്കിൽ ഭാര്യയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അത് ദൈവത്തിന്റെ ഒരു ഹയറാർക്കിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഓർഡറാണ്, ദൈവത്തിന്റെ ഒരു ക്രമമാണത്. ദൈവം, അത് കഴിഞ്ഞാൽ ക്രിസ്തു, അത് കഴിഞ്ഞാൽ പുരുഷൻ അഥവാ ഭർത്താവ്, അത് കഴിഞ്ഞാൽ സ്ത്രീ അഥവാ ഭാര്യ. അത് ദൈവത്തിന്റെ ഒരു ക്രമമാണ്. ഈ ക്രമത്തിൽ നിന്ന് സ്ത്രീ മുകളിലേക്ക് കയറി പുരുഷൻ താഴേക്കോ അല്ലെ ക്രിസ്തു ഇങ്ങോട്ട് മാറുകയോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ ക്രമത്തിൽ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഓരോ നന്മകളും
മുടക്കമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദൈവം, ക്രിസ്തു, പുരുഷൻ, സ്ത്രീ എന്ന ക്രമത്തിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടായിരിക്കും. അത്തരം കുടുംബങ്ങൾ ഒരു ഡിവോഴ്സ് കാണുകയില്ല. അത്തരം കുടുംബങ്ങളിലെ തലമുറകൾ ഒരിക്കലും വൃത്തികേടിന്റെ പുറകെ പോവുകയില്ല. കാരണം ദൈവത്തിന്റെ ക്രമത്തിൽ ആ കുടുംബം നിൽക്കുമ്പോൾ അവിടെ ഐശ്വര്യമുണ്ടായിരിക്കും, സമാധാനമുണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും, ദൈവത്തിന്റെ സമൃദ്ധി ഉണ്ടായിരിക്കും. അടുത്ത മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ലവ് ആൻഡ് സബ്മിഷൻ. പുരുഷൻ അഥവാ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കുന്നു. ഇത് ചെയ്താൽ മതി, കുടുംബം രക്ഷപ്പെട്ടു. ഭർത്താക്കന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഭാര്യമാരെ സ്നേഹിക്കുക എന്നുള്ളത്. സാധാരണ വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പറയണം, അവൾക്ക് വേണ്ടി ഞാൻ ഒരു സാരി മേടിച്ചു കൊടുക്കാം, എന്നാൽ അവളോട് സോറി ഞാൻ പറയില്ല. വളരെ പ്രയാസമാണ് സ്നേഹിക്കുക എന്നുള്ളത്. എന്നാൽ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സ്ത്രീക്ക് ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്നറിയോ? കീഴടങ്ങുക. അതിനാരോ തമാശയായിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ദൈവം പുരുഷനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ എവിടെ നിന്നാണ്? വാരിയലിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഈ എല്ല് വളയ്ക്കാൻ കുറച്ച് പ്രയാസമാണെന്ന്. പൊതുവെ സ്ത്രീകൾ കീഴടങ്ങുന്നതിൽ വളരെ ബുദ്ധിമുട്ട് കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവ്, ക്രിസ്തു, പുരുഷൻ, സ്ത്രീ, ആ ഒരു ശ്രേണിയിൽ നാം നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വരുന്നത്. സഹോദരിമാരെ, ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട്, ദൈവം നല്ലവൻ എന്ന് രുചിച്ചറിയുവൻ. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. കർത്താവിനെ രുചിച്ചറിയുവാനുള്ള ഒരു അവസരമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ യേശുവിനെ, ദൈവത്തെ, അവൻ്റെ നന്മകളെ നമ്മൾ കൂടുതൽ തിരിച്ചറിയും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എപ്പിലെപ്സി, ചുഴലി രോഗം, അപസ്മാരം മൂലമൊക്കെ പ്രയാസപ്പെടുന്ന വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദീർഘനാളുകളായി അതിനുവേണ്ടി മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കുക. കഴുത്തിലും അതിന് താഴേക്ക് കൈകളിലൂടെയും പുറത്തുകൂടെയും ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. കൈകൾ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ ഭയങ്കരമായ വേദന യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളിപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടെല്ലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായ കർത്താവെ, അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രവി എന്ന പേരുള്ളൊരു സഹോദരൻ കുഞ്ഞുങ്ങളില്ലാതെ വളരെ പ്രയാസത്തിലാണ്. കർത്താവിൻ്റെ അത്ഭുതം ആ സഹോദരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു. കുടലിനകത്തുള്ള അൾസർ, വയറിനകത്തുള്ള അസിഡിറ്റി തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ഗർഭാശയത്തിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓവറിയിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കിഡ്നികൾ സൗഖ്യമാകട്ടെ, ഹാർട്ട് സൗഖ്യമാകട്ടെ, ലങ്സ് സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും കർത്താവ് വിടുതൽ അങ്ങ് അയക്കണമേ. ഫിസ്റ്റുല എന്ന രോഗം സൗഖ്യമാകട്ടെ, ഹെർണിയ സൗഖ്യമാകട്ടെ, പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. ദൈവികമായ വിടുതലുകളും അത്ഭുതങ്ങളും ഇപ്പോൾ ഉണ്ടാകട്ടെ. ചില വ്യക്തികളുടെ ശരീരങ്ങളിൽ ഭയങ്കരമായ ഒരു വിറയൽ പോലെ, ചിലർക്കൊരു കുളിര് വരുന്നത് പോലെ, വിവിധ രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുകൊണ്ടാണ്. ഇപ്പോൾ ദൈവിക വിടുതലുകൾ എല്ലാ ഇടങ്ങളിലും നടക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ വെച്ചാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെ കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ വെച്ച് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഈ 2 ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അത് കൂടാതെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ വെച്ച്, കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിൽ നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററുകൾ ഞായറാഴ്ച തോറും
പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ മാത്രം വരാതെ അതിനപ്പുറത്തേക്ക് ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ആഴ്ചതോറും വന്ന് യേശുവിൽ വളരുവാൻ, ദൈവവചനത്തിലും അനുഗ്രഹങ്ങളിലും വളരുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന ഈ പുസ്തകം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികൾ, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ വല്ലാതെ വിപ്ലവകരമായ രീതിയിൽ മാറ്റിമറിക്കുവാൻ കഴിവുള്ളൊരു പുസ്തകമാണിത്. വിവിധ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട, വചനാടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കേണ്ട 50ഓളം മോഡൽ പ്രേയേഴ്സ് ഇതിനകത്തുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു സ്റ്റഡി ഇതിനകത്തുണ്ട്. ഈ പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കേണ്ട രീതികൾ പഠിച്ച് പ്രാർത്ഥിച്ച അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. അതിൻ്റെ ഇംഗ്ലീഷിലും അതിൻ്റെ കോപ്പികൾ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ഓഫീസ് ടൈമിൽ 10 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുന്നവർക്ക് നേരിട്ട് അത് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അവിടെ ഇത് ലഭിക്കുന്നതാണ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഗോഡ് ദ ബർഡൻ കാരിയർ, ഭാരങ്ങൾ ചുമക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ദൈവം ഇത് ചെയ്യുന്നത്? വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമര്യ പട്ടണത്തിൽ സ്നാനപ്പെട്ട ആഭിചാരകൻ ആര്? ഹു വാസ് ദ സോസറർ ടു ബാപ്റ്റിസം ഇൻ സമരിയ? ഓപ്ഷൻസ്: എ യോഹന്നാൻ, ബി ശീമോൻ, സി ഫിലിപ്പോസ്, ഡി പത്രോസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.